ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും അച്ചൂസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കർക്കിടക മാസത്തിൽ കഴിക്കുന്ന മരുന്നുണ്ട എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും അച്ചൂസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇതിനായിട്ടുള്ള എല്ലാത്തിന്റെ അളവ് ഞാൻ പറഞ്ഞു തരാം. ഇവിടെ ഞാൻ എല്ലാ ഐറ്റംസും നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് പറയാം. ജീരകം 50 ഗ്രാം ആണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് ചതകൂപ്പ 50 ഗ്രാം ആണ് വേണ്ടത്. അരിമോദകവും 50 ഗ്രാം ആണ് എടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് എള്ളാണ്. 100 ഗ്രാം ആണ് എള്ളെടുത്തത്. അടുത്തത് വേണ്ടത് ഞവരരിയാണ്. ഞവരരി 1/4 കിലോ ആണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഇതാണ് കരിഞ്ജീരകം 50 ഗ്രാം ആണ്. ഇത് ആശാളി 50 ഗ്രാം വീതമാണ് എടുത്തിട്ടുള്ളത്. ചുക്ക് 15 ഗ്രാമും ഏലക്കായ 10 ഗ്രാം ആണ്. ശർക്കര 1 കിലോ ശർക്കരയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഇത് ഉലുവയാണ്. 1/4 കിലോ ഉലുവയാണ് എടുത്തിട്ടുള്ളത്. തേങ്ങ ചിരകിയത്. ഇത് ഒരു വലിയ തേങ്ങ ഫുള്ളായിട്ട് ചിരകിയതാണ്. ഇത്രേ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് മരുന്നുണ്ട ഉണ്ടാക്കി കാണിച്ചു തരുന്നത്. അപ്പൊ നോക്കാം. ആദ്യമായിട്ട് അടുപ്പ് കത്തിക്കുക. അതിലേക്ക് ഒരു പാത്രം വെച്ചുകൊടുക്കുക. ഞാനൊരു പഴയ ഒരു പാത്രമാണ് വെച്ചു കൊടുത്തത്. നമ്മൾ മരുന്നൊക്കെ ഉണ്ടാക്കാനായിട്ടല്ലേ, അപ്പൊ അതുകൊണ്ട് പഴയ ഒരു പാത്രമാണ് വെച്ചത്. അതിലേക്ക് ഞവരരിയാണ് ഇട്ട് കൊടുത്തത്. ആദ്യമായിട്ട് ഞവരരി വളരെ അധികം ഔഷധ ഗുണമുള്ള ഒരു അരിയാണ്. പ്രമേയ രോഗത്തിനൊക്കെ വളരെ അധികം നല്ലതാണ് ഞവരരി കഴിക്കുന്നത്. നമ്മളിത് ആഹാരമായിട്ടും കഴിക്കുന്ന ഒരു അരി കൂടിയാണ്. എല്ലാ കടകളിലും ഈ അരി ലഭ്യമാണ്. നന്നായിട്ട് നമുക്കിത് വറുത്തെടുക്കാം. ഞവരരിക്ക് പകരമായിട്ട് നമുക്ക് വീട്ടിലെ ചോറ് വയ്ക്കുന്ന അരികളും നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ ഏറ്റവും നല്ലത് ഞവരരി തന്നെ എടുക്കുന്നതാണ്. അടുത്തതായിട്ട് ഞാനിവിടെ കരിഞ്ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. വയറ്, കുടൽ, ശ്വാസകോശ സംബന്ധമായതും ഗർഭാശയ സംബന്ധമായതും ത്വക്ക്, വൃക്ക, ഹൃദയം തുടങ്ങിയവ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെയധികം ഔഷധ ഗുണമുള്ള ഒന്നാണ് കരിഞ്ജീരകമാണ് ഞാൻ രണ്ടാമതായിട്ട് ഇവിടെ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. നന്നായിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ ചേർത്ത് കൊടുത്തത് ചതകൂപ്പയാണ്. ശ്വാസതടസ്സം, എല്ലുകൾക്ക് ബലം ലഭിക്കാൻ വേണ്ടിയും ദഹനത്തിനും അലർജി മാറ്റാനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു നല്ലൊരു ഔഷധ ഗുണമുള്ള ഒന്നാണ് ചതകൂപ്പ. ചതകൂപ്പി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തതായിട്ട് ആശാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വാതം, സന്ധി, ഉദര സംബന്ധമായ രോഗങ്ങൾക്ക് ഏറ്റവും നല്ലതാണ് ആശാളി. ശരീരം തണുപ്പിക്കാനും ഇത് വളരെ അധികം നമ്മെ സഹായിക്കുന്നു. അത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ആശാളി റോസ്റ്റ് ചെയ്യുമ്പോൾ പൊട്ടിത്തെറിക്കുന്ന നല്ലൊരു സൗണ്ട് ഉണ്ടാവും. ഇതെല്ലാം റോസ്റ്റ് ചെയ്യുമ്പോൾ കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. ചെറിയ തീയിലിട്ടിട്ട് വേണം ഇതെല്ലാം റോസ്റ്റ് ചെയ്തെടുക്കാൻ. അടുത്തതായിട്ട് ഞാനിവിടെ അരിമോദകമാണ് ചേർത്ത് കൊടുത്തത്. ദഹനത്തിനും മൂത്രസംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് അരിമോദകം. അരിമോദകവും നമുക്കൊന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഞാനിവിടെ എടുക്കുന്ന എല്ലാ അളവുകളും കറക്റ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല മരുന്നുണ്ട നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാനായിട്ട് പറ്റും.
ഇതിന് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ ചേർക്കുന്നത് ജീരകമാണ്. ജീരകം ഉദര സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ജീരകം നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ്. അസിഡിറ്റി നല്ലതാണ് ജീരകം. നമ്മൾ വെള്ളമൊക്കെ തിളപ്പിച്ച് കുടിക്കുന്നത് വളരെയധികം നല്ലതാണ് ജീരകം. പണ്ട് കാലത്ത് ജീരകം തിളപ്പിച്ച വെള്ളമാണ് ഒട്ടുമിക്ക വീടുകളിലും കുടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ജീരകവും നമുക്കൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇതെല്ലാം റോസ്റ്റ് ചെയ്തെടുക്കുന്നത് വേറൊന്നിനല്ല, മിക്സിയിലിട്ട് പൊടിക്കുമ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടാനും വേണ്ടിയാണ്. അടുത്തതായിട്ട് ഞാനിവിടെ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 കിലോ ഉലുവയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. കൊഴുപ്പ് അകറ്റാനായിട്ടും ശരീരഭാരം കൂട്ടാനും പ്രമേഹ രോഗം കുറയ്ക്കാനും ഏറ്റവും നല്ലതാണ് ഉലുവ. ദഹന സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഉപയോഗിക്കുന്ന ഒന്നാണ് ഉലുവ. ഉലുവ നന്നായിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് ഏലക്കായാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏലക്കായൊക്കെ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. എല്ലാ അങ്ങാടിക്കടകളിലും ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള എല്ലാ ഐറ്റംസും കിട്ടുന്നതാണ്. അച്ചൂസ് വ്ലോഗ് എന്ന ഞങ്ങളുടെ ഈ ചാനൽ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തതായിട്ട് ചുക്കാണ് ചേർത്ത് കൊടുത്തത്. ചുക്ക് 15 ഗ്രാമാണ് ഇവിടെ ചുക്ക് എടുത്തിട്ടുള്ളത്. ചുക്കും നമ്മുടെ ദഹന സംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും വളരെയധികം നല്ലതാണ്. അടുത്തത് എള്ളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എള്ള് കുറച്ച് കൂടുതൽ തന്നെ ഞാൻ ഇവിടെ ചേർത്തിട്ടുണ്ട്. 100 ഗ്രാം എള്ളാണ് എടുത്തിട്ടുള്ളത്. എല്ലുകളുടെയും പല്ലുകളുടെയും ബലത്തിന് ഏറ്റവും നല്ലതാണ് എള്ള്. കണ്ണിനും തൈറോയിഡ് രോഗങ്ങൾക്കൊക്കെ എള്ള് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ്. എള്ള് നമുക്ക് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇവിടെ എള്ള് ഞാൻ നന്നായിട്ട് കഴുകിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. കാരണം എള്ളില് കല്ല് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് എള്ള് നന്നായിട്ട് കഴുകിയതിന് ശേഷമായിരിക്കണം റോസ്റ്റ് ചെയ്യേണ്ടത്. ഇത്രയും സാധനങ്ങൾ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫാക്കാം. ഇനി എല്ലാം ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി ഇതെല്ലാം ചൂടാറി കഴിഞ്ഞതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. ഞാൻ അത് 5 പ്രാവശ്യമായിട്ടാണ് പൊടിച്ചിട്ടുള്ളത്. കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് പൊടിക്കാനായിട്ട് ശ്രമിക്കുക. കണ്ടില്ലേ? ഇതുപോലെ ഫൈൻ പൗഡർ ആയിട്ട് പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. നമ്മളിങ്ങനെ റോസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇത്രയും നന്നായിട്ട് പൊടിയായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട് പറ്റിയത്. ഇതുപോലെ ഇനി ബാക്കിയുള്ളതെല്ലാം പൊടിച്ചെടുക്കാം. കണ്ടില്ലേ? 2 പാത്രത്തിലാക്കി ഞാൻ നിറച്ച് പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കിലോ ശർക്കര ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തതാണ് ഇതിൽ ഇട്ട് കൊടുത്തത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ശർക്കര പാവായിട്ട് നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. പാവായിട്ട് ചേർത്ത് കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നതാണ്. അടുത്തതായിട്ട് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഒരു വലിയ തേങ്ങ ഫുള്ളായിട്ട് ഞാൻ ഇവിടെ ചിരകി ചേർത്തിട്ടുണ്ട്. ചെറിയ തേങ്ങയാണെന്നുണ്ടെങ്കിൽ ഒരു തേങ്ങയും ഒരെണ്ണത്തിന്റെ പകുതിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് കൈവച്ച് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. എല്ലായിടത്തും ഒരേപോലെ ആകുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇപ്പൊ ഇവിടെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടയാക്കിയിട്ട് മാറ്റി വെക്കാം. ഉണ്ട പിടിക്കുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെറുതും വലുതുമായിട്ട് നമുക്ക് ഉണ്ടയാക്കി എടുക്കാനായിട്ട് ശ്രമിക്കാം. ഇതുപോലെ എല്ലാം ഞാനിവിടെ ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം.
എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ആരും മറന്നു പോവല്ലേ. ഞാനിവിടെ എടുത്ത എല്ലാത്തിന്റെ അളവ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. 38 ഉണ്ടയാണ് എനിക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാനായിട്ട് പറ്റിയത്. എല്ലാം കറക്റ്റ് ആയിട്ട് പറഞ്ഞതുകൊണ്ടാണ് ഇത്രയും ലെങ്ത് ആയി പോയത്. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.